ദൈവമക്കളായ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറണം എന്ന് നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ ദൈവവചനം നിങ്ങളോട് പറയുന്ന 5 കാര്യങ്ങൾ. ഒന്നാമത്തെ സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. 5 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറാം. ഒന്നാമതായി, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ദുഷ്ടൻ്റെ ആലോചന എപ്പോഴും ലൗകികമായിരിക്കും, നാശത്തിലേക്ക് പോകുന്ന ആലോചനകളായിരിക്കും, പാപത്തിൻ്റെ വഴികളിലേക്കുള്ള ആലോചനകളായിരിക്കും. ആ ആലോചനകളിൽ പോകാതെ ദൈവത്തിൻ്റെ ആലോചനകളിൽ നമുക്ക് നടക്കാം. രണ്ടാമതായി, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. പാപികളുടെ വഴി നമ്മളെ പാപം ചെയ്യിപ്പിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ്. ആദ്യം നമുക്ക് ഭയങ്കര ഇൻപമായിട്ട് തോന്നും, എന്നാൽ ഏറ്റവും അവസാനം നമ്മൾ ചെന്നെത്തുന്നത് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത അഗാധമായ കുഴിയായ നരകത്തിലേക്കായിരിക്കും. അതുകൊണ്ട് പാപികളുടെ വഴിയിൽ നിൽക്കാതെ ദൈവത്തിൻ്റെ വഴികളിൽ നമുക്ക് നിൽക്കാം, ദൈവവചനത്തിൽ നമുക്ക് നടക്കാം. മൂന്നാമതായി, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പരിഹസിക്കുന്നവരുടെ ഇടയിൽ ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിലും പരിഹാസം കടന്നു വരും. മറ്റുള്ളവരെ പരിഹസിക്കുന്നതും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നതുമായിട്ടുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വരും. അത് ലൗകികൻ്റെ സ്വഭാവമാണ്. ദൈവമക്കൾ മറ്റുള്ളവരെ പരിഹസിക്കേണ്ടവരല്ല, മറ്റുള്ളവരെ അനുഗ്രഹിക്കേണ്ടവരാണ്. അതുകൊണ്ട് പരിഹാസികളുടെ വഴി നിൽക്കാതെ ദൈവമക്കളുടെ കൂടെ ഇരിക്കുവാൻ നമുക്ക് കഴിയണം. നാലാമതായി, ദൈവത്തിലും ദൈവവചനത്തിലും എപ്പോഴും സന്തോഷിക്കുന്നവനായിരിക്കണം. നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്നതും എൻ്റെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതുമായിരിക്കണം ഏറ്റവും വലിയ സന്തോഷം എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ഞാനും എൻ്റെ ദൈവവും, അത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു അനുഭവമായിരിക്കണം. ആ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അഞ്ചാമതായി, ദൈവവചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരായിരിക്കണം. ദൈവവചനം എപ്പോഴൊക്കെ സമയം കിട്ടുമോ ആ സമയങ്ങളിലെല്ലാം ഹൃദയം കൊണ്ട് ധ്യാനിക്കുന്ന ഒരു സ്വഭാവമുള്ളവരായിരിക്കണം. ഈ 5 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ജോലി, നമുക്ക് തന്നിരിക്കുന്ന വരുമാനം, നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ എല്ലാം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറി ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാം. ഗോഡ് ബ്ലെസ് യു.